മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. FCRA ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. സകല ആളുകളും ഒറ്റക്കെട്ടായിട്ട് മോദിക്കെതിരെ, പ്രത്യേകിച്ച് NDA സ്ഥാനാർത്ഥികൾക്കെതിരെ, ഈ ക്രിസ്ത്യൻ മതവിശ്വാസമൊക്കെ ആയിട്ട് ഉയർത്തിപ്പിടിച്ച് സ്ഥാപനങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് ഒരു ഉളുപ്പുമില്ലാതെ ആളുകളൊക്കെ രംഗത്തെത്തുന്നത്. അത്തരം ഇതിനെ എതിർക്കുന്ന ആളുകളോടൊക്കെ തന്നെ ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇനിയും നമ്മുടെ കേരളത്തില് ഒരുപാട് ജോസഫ് മാഷുമാരെ ഉണ്ടാക്കാനാണോ ഈ ബില്ലിനൊക്കെ എതിരെ ആളുകൾ രംഗത്തെത്തുന്നത്? എന്താണ് FCRA ഭേദഗതി ബില്ല് എന്നുള്ളത് സകല മലയാളികളും ആദ്യം തന്നെ തിരിച്ചറിയണോ? വളരെ ലളിതമായിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന രീതിയിൽ സന്തോഷ് പണ്ഡിറ്റ് FCRA ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പണ്ഡിറ്റിന്റെ രാഷ്ട്രീയ നിരീക്ഷണം: കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്ന FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഭേദഗതിയുടെ രണ്ട് വശങ്ങൾ ചർച്ച ചെയ്യുന്നു. നിലവിൽ കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ, ചില സംഘടനകൾ ഈ ബില്ല് ഭേദഗതി ചെയ്തത് വൻ വിവാദമാക്കിയല്ലോ. കേരളം ഒഴിച്ച് ഇന്ത്യയിൽ എവിടെയും ആരും ഈ ബില്ലിനെ എതിർത്തില്ല. FCRA എന്നത് ഇന്ത്യയിലെ സംഘടനകൾക്കും NGOകൾക്കും വിദേശത്ത് നിന്ന് പണം ഡൊണേഷൻ സ്വീകരിക്കാനുള്ള നിയമമാണ്. ഇത് ഇന്ത്യയിലെ എല്ലാ മതവിഭാഗത്തിനും ഒരുപോലെ ബാധകമാണ്. എന്നാൽ ഇന്ത്യയുടെ പുരോഗതിക്ക് എന്നോ വിദ്യാഭ്യാസ ആവശ്യത്തിന് എന്നോ ആരോഗ്യ സംരക്ഷണം എന്ന പേരിലോ സംഘടന ഉണ്ടാക്കി വിദേശത്തിൽ നിന്നും FCRAയുടെ മറവിൽ പണം കൈപ്പറ്റി ചിലർ തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നു. അതുപോലെ ചാരിറ്റിക്ക് എന്ന പേരിൽ വിദേശ ഫണ്ട് ഒപ്പിച്ചു പലരും തീവ്രവാദികൾക്കും ഇന്ത്യ വിരുദ്ധ വാർത്തകളും പാകിസ്ഥാനെ പൊക്കിയടിക്കുന്ന വാർത്തകളും ഉണ്ടാക്കുവാൻ ചില തട്ടിക്കൂട്ട് ചാനലുകാർക്കും പണം വിതരണം ചെയ്യുന്നു. കൂടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളും ഈ ഫണ്ട് മിസ്യൂസ് ചെയ്യുന്നു. പക്ഷേ ഇനി മുതൽ ഇത്തരം തട്ടിപ്പ് നടക്കില്ല. ഒരു സംഘടന ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്ന പേരിൽ വിദേശ നിക്ഷേപം കൊണ്ടുവന്നാൽ അതിന് തന്നെയാണോ ആ ഫണ്ട് ഉപയോഗിച്ചത് എന്ന് ഇനി മുതൽ കണക്ക് കാണിക്കണം. അല്ലാതെ ആ ഫണ്ട് തീവ്രവാദികൾക്കും മതം മാറ്റുവാൻ കൈക്കൂലിയായി കൊടുത്താൽ ഇനി മുതൽ പെടും. അതാണ് ഈ ഭേദഗതി. ഇനിയും FCRA ഫണ്ട് വാങ്ങി അത് മറ്റൊരു ലക്ഷ്യത്തിനായി വകമാറ്റിയാൽ, കണക്ക് കാണിച്ചില്ലെങ്കിൽ ആ പണം സർക്കാർ കൊണ്ടുപോകും. കാരണം FCRAയുടെ പേരിൽ ഇൻകം ടാക്സ് ഇല്ലാതെ ആണ് പണം കടത്തുന്നത്. ഇത്തരം തട്ടിപ്പ് ഇനിയും അനുവദിക്കുവാൻ പറ്റില്ല എന്ന് കേന്ദ്ര സർക്കാർ ചിന്തിക്കുന്നു. വിദേശ ഫണ്ടിന്റെ ദുരുപയോഗം തടയുക, ദേശീയ സുരക്ഷ ഉറപ്പാക്കുക, ട്രാൻസ്പെറൻസി കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ വിദേശ ഫണ്ടിന്റെ സ്വീകരണവും ചിലവഴിക്കലും കൃത്യമായി മോണിറ്റർ ചെയ്യാനായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതാണ് FCRA ഭേദഗതി ബില്ല്. കേരളത്തിലെ എത്ര പൗരന്മാർക്ക് FCRA അക്കൗണ്ട് ഉണ്ട്? ഇത് വായിക്കുന്ന എത്ര പേർക്ക് FCRA അക്കൗണ്ട് ഉണ്ട്? ഈ ഫണ്ട് മിസ്യൂസ് ചെയ്യുന്ന ചില സാമുദായിക നേതാക്കളെ മാത്രം ബാധിക്കുന്ന കാര്യമാണിത്. ഈ ആക്ട് ഭേദഗതി എങ്ങനെയാണ് ന്യൂനപക്ഷ വിരുദ്ധമാവുന്നത്? ചുരുക്കി പറഞ്ഞാൽ, പാവപ്പെട്ടവരുടെ കണ്ണീർ കാണിച്ചു വിദേശത്ത് നിന്നും ഫണ്ട് സംഘടിപ്പിച്ച് തീവ്രവാദം, മതം മാറ്റത്തിനുള്ള കൈക്കൂലി എന്നീ കലാപരിപാടികൾ ഇനി നടക്കില്ല എന്നർത്ഥം. വാൽകഷ്ണം: നിലവിൽ ഇന്ത്യയിൽ FCRAയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത് ഹൈന്ദവ സംഘടനകൾക്ക് ആണ്. അവരാരും ഈ ഭേദഗതി കണ്ടു പേടിച്ചിട്ടില്ല, വിമർശിച്ചിട്ടില്ല, മാത്രവുമല്ല അനുകൂലിക്കുന്നു. ഈ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, പാഴ്സി, ചില രാഷ്ട്രീയ പാർട്ടികൾ എന്നീ നിലകളിൽ പ്രത്യേകം FCRA നിയമം കൊണ്ടുവരാൻ കഴിയില്ല. വളരെ ലളിതമായിട്ട് FCRA ഭേദഗതി ബില്ല് എന്താണ് എന്ന് വളരെ ലളിതമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഇതിലൂടെ ഏതൊരു സാധാരണക്കാരനും FCRA ഭേദഗതി ബില്ല് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റ് കൃത്യമായിട്ട് എടുത്തു പറയുന്നു, ഇത് ഒരു മതത്തിന് കുറവും ഒരു മതത്തിനും കൂടുതലൊന്നുമല്ല. ഇത് ഈ രാജ്യത്തെ എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. മറ്റൊരു ലളിതമായിട്ടുള്ള ചോദ്യം സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നുണ്ട്, എത്ര സാധാരണക്കാർക്ക് ഈ FCRA അക്കൗണ്ട് ഉണ്ട്? ഈ FCRA രജിസ്റ്റർ ഒക്കെ ചെയ്ത് എത്ര ആളുകളുണ്ട്? പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്, ഇത് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി ബില്ലിലൂടെയൊക്കെ പ്രധാനമായിട്ടും ഉയർത്തിപ്പിടിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത്
തീവ്രവാദത്തിനും ഭീകരവാദത്തിനും കണക്കില്ലാതെ ഫണ്ട് അങ്ങ് ഖത്തറിൽ നിന്നും അങ്ങ് ഇറാനിൽ നിന്നും അങ്ങ് ഹമാസിന്റെ മാളത്തിൽ നിന്നൊന്നും നമ്മുടെ രാജ്യത്തേക്ക് എത്താതിരിക്കാനുള്ള കൃത്യമായ നീക്കങ്ങളാണ്. ഇവിടുന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യം നശിപ്പിക്കണമെന്ന രീതിയിൽ ആര് ഫണ്ട് അയക്കാൻ ശ്രമിക്കുന്നോ അതിനെയൊക്കെ തന്നെ തടയിടുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇനി അതേസമയം നമ്മുടെ കേരളത്തിലെ, നമ്മുടെ രാജ്യത്തെ മുസൽമാനായിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, ഹിന്ദു ആയിക്കൊള്ളട്ടെ, അവരുടെ സ്ഥാപനങ്ങളുടെ വികസനമൊക്കെയായി ബന്ധപ്പെട്ട് അവരവരുടേതായ രീതിയിൽ ഡെവലപ്മെന്റ് ഒക്കെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എങ്കിൽ, അത് കൃത്യമായ രേഖയുണ്ടെങ്കിൽ, അതിനു വേണ്ടി മാത്രം ചിലവഴിക്കുമെങ്കിൽ ആ പണം അതേപോലെ സ്വീകരിക്കാം. അത് മാറ്റി ചിലവഴിച്ചാൽ കൊങ്ങക്ക് പിടിക്കുമെന്നാണ് പച്ച മലയാളത്തിൽ ഈ ഒരു വിഷയം, ഈ ഒരു ഭേദഗതി ബില്ല് ഉയർത്തിപ്പിടിക്കുന്നത്. പിന്നെ ഇവിടെ ക്രിസ്ത്യൻ മതവിശ്വാസത്തിന്റെ പുരോഹിതന്മാരെയൊക്കെ ഇപ്പൊ UDF LDF ഒക്കെ ഇളക്കി വിട്ടിട്ട് ചാടി വീഴാൻ വേണ്ടിയിട്ട് പരമാവധി UDF LDF ഒക്കെ അച്ഛന്മാരുടെ അടുത്തേക്ക്, സഭകളുടെ അടുത്തേക്ക് ഓടുന്നുണ്ട്. സഭാ നേതൃത്വത്തോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഇതിനെയൊക്കെ എതിർത്താൽ ആളുകൾ കരുതും ഇതെന്തോ തെറ്റായ മാർഗത്തിലൂടെ നിങ്ങളാണ് ഫണ്ട് സ്വീകരിക്കുന്നത്. ആ രീതിയിലേക്ക് ആളുകളിൽ ഒരു തെറ്റായ ധാരണയാണ് UDF LDF നിങ്ങളെയൊക്കെ ഇത്തരം വിഷയത്തിലൊക്കെ പ്രതികരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ കേരളത്തിലെ സഭകളൊക്കെ തന്നെ വളരെ നേരായ മാർഗത്തിലാണ് ഇതൊക്കെ സ്വീകരിക്കുന്നത്. അങ്ങനെ നേരായ മാർഗത്തിൽ സ്വീകരിക്കുന്ന ആർക്കും തന്നെ ഒരു രീതിയിലും ഭയപ്പെടേണ്ടതില്ല. ഒരു രീതിയിലും. ഇവിടെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരുപാട് ജോസഫ് മാഷുമാർ ഉണ്ടാവാൻ പാടില്ല. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ മുഖ്യപ്രതി സവാദ് എന്ന തീവ്രവാദിയെ കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോ മരപ്പണിക്ക് പോവാ. കാരണം എന്താ? വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടിന് കൃത്യമായ നിയന്ത്രണം. ലോകത്തെവിടെയെങ്കിലും തീവ്രവാദികൾ മരപ്പണിക്കും കൂലിപ്പണിക്കും പോകുന്നത് നിങ്ങൾ ആരോ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇന്ത്യയിൽ ഇന്ന് ആ രീതിയിലേക്ക് തീവ്രവാദികൾ ഗതികെട്ടോണ്ടിരിക്കുക. ഒരു തരത്തിലും ഫണ്ടൊന്നും തീവ്രവാദ പ്രവർത്തനത്തിന് നമ്മുടെ രാജ്യത്തേക്ക് എത്താതിരുന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാവൂ. അത് കൃത്യമായി നിയന്ത്രിക്കുന്നതിനാണ് FCRA ഭേദഗതി ബില്ല് എന്നൊക്കെ സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയുക. ഇതുമായി ബന്ധപ്പെട്ട് പാലയിലെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ് കൃത്യമായിട്ടൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു. FCRA നിയമ ഭേദഗതി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കകൾ പടർത്തുന്ന വാർത്തയാണ് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പുറത്തു വരുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. വിദേശത്തു നിന്നും ഇവിടുത്തെ NGOകൾ കൈപ്പറ്റുന്ന പണത്തെ സംബന്ധിച്ച് കൃത്യമായ നിയന്ത്രണം ആവശ്യമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഭേദഗതി ആവശ്യമായി വരുന്നത്. ക്രൈസ്തവ മതസ്ഥാപനങ്ങളെ ഇത് ബാധിക്കുമെന്നുള്ള പ്രചരണം വരുന്നു. ക്രൈസ്തവ മതസ്ഥാപനങ്ങളെല്ലാം നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആകുലതകൾക്ക് ഒരു പ്രസക്തിയില്ല. ഏത് തരത്തിലുള്ള ആകുലതകളുണ്ടെങ്കിലും അത് തുറന്ന ചർച്ചയിലൂടെ പരിഹരിച്ചു മാത്രമേ മുമ്പോട്ട് പോകൂ. അതിന് BJP കൂടെയുണ്ട്. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വളരെ അനുഭാവമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ വിദേശ പണം കൈപ്പറ്റുന്ന പല സ്ഥാപനങ്ങളും, രാജ്യവിരുദ്ധമായ പല പണവും വരുന്ന NGOs ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ നിയന്ത്രിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ FCRA ഭേദഗതി നിയമം ആവശ്യമാണ്. അത് ഒരിക്കലും ഇവിടെ മാന്യമായി നടത്തുന്ന ഒരു സ്ഥാപനത്തെയും ബാധിക്കുന്നതല്ല എന്ന് പ്രത്യേകം. നിങ്ങൾ കേട്ടില്ലേ? ഇവിടെ മാന്യമായി നടത്തുന്ന ഒരു സ്ഥാപനത്തെയും ഒരു തരത്തിലും ഒരു രീതിയിലും ബാധിക്കൂല. ഇനി UDF LDF സഭാ നേതൃത്വത്തെ വെട്ടിലാക്കാനാണ്, സഭാ നേതൃത്വത്തെ കുറിച്ചൊക്കെ കൊണ്ടൊക്കെ ഇതിനൊക്കെ എതിരെ സംസാരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത്. സഭാ നേതൃത്വത്തിന് അന്തസ്സോട് കൂടിയിട്ട് UDF-നോടും LDF-നോടും പറയാ, ഞങ്ങൾ ഇവിടെ നേരായ മാർഗത്തിലൂടെ പണം വാങ്ങാറുള്ളൂ, ഞങ്ങൾക്ക് ഇതിനെ കൊണ്ട് യാതൊരു പ്രശ്നമില്ല, ഇതൊക്കെ മടിയിൽ കനമുള്ള ആളുകൾ പേടിച്ചാൽ മതിയെന്ന് സഭാ നേതൃത്വം നട്ടല് നിവർത്തി UDF-നോടും LDF-നോടും നിലപാട് പ്രഖ്യാപിക്കണം. ഒരു കാര്യം സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയാം, മോദി സർക്കാർ നമ്മുടെ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി എന്ത് കൊണ്ടുവന്നാലും നമ്മുടെ കേരളത്തിലെ UDF-ഉം LDF-ഉം ഒക്കെ അതിനെ ചാടി വീണ് എതിർക്കും. അവരിപ്പോ ജമാഅത്തെ ഇസ്ലാമിയും SDPI-യെയും ഈ PDP-യെയും മുസ്ലിം ലീഗിനെയൊക്കെ വളർത്താനുള്ള നെട്ടോട്ടത്തിലാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവരിതിനൊക്കെ എതിർക്കും. അതേസമയം ബോധമുള്ള മലയാളികൾ തിരിച്ചറിയാം, നമ്മുടെ രാജ്യ സുരക്ഷ ഉയർത്തിപ്പിടിച്ചു കൂട്ടുകൂടിയാണ് ഇതുപോലൊരു വ്യക്തമായ ഒരു ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളത് സകലരും തിരിച്ചറിയാം. യഥാർത്ഥത്തിൽ ഇതൊക്കെ കൊണ്ടുവന്ന നരേന്ദ്രമോദി സർക്കാരിന് നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ തീവ്രവാദ അനുകൂലികളൊക്കെ ഒരുപാടുണ്ട്. അവർക്കൊന്നും ഒരു ഫണ്ടും കിട്ടാത്ത രീതിയിലേക്ക് എത്തിക്കുന്നതിൽ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദിയാണ് ഈ ഒരു പുതിയ ബില്ലിലൂടെയൊക്കെ
ബില്ലൊക്കെ കൊണ്ടുവരുന്നതിൽ നമ്മളൊക്കെ ഉയർത്തി പിടിക്കേണ്ടത്?